ഇത്തരം ആൾക്കാരുണ്ടാവും അവരൊന്നും ചോദിച്ചിട്ടില്ല. അല്ല വീഡിയോ ആ പറഞ്ഞോളി. ഇപ്പം എൻ്റെ ചാനൽ നെയിം വയ്ക്കുന്നുണ്ട് എൻ്റെ സോളോ ട്രാവൽ കാലിഫോർ. അപ്പോൾ പിന്നെ ഞാൻ പള്ളിക്കെല്ലാം കൂടി പിന്നെ പെരുമുത പള്ളി. ഇന്നത്തെ എൻ്റെ ഈ ഒരു യാത്ര തമിഴ്നാട് ജില്ലയിലെ മുതുമലയിലോട്ടല്ല, അതുപോലെ തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ടിലേക്കല്ല, പറമ്പിക്കുളം ടൈഗർ റിസോർട്ടിലേക്കല്ല. കൂടാണ്ട് അപ്പോൾ പിന്നീട് നിങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ എവിടേക്കായിരിക്കും പോകുന്നത്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഗുജറാത്തിലെ ഗീർ വനത്തിലാണോ? അതൊന്നുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഏകദേശം 160 കിലോമീറ്റർ യാത്ര എത്താൻ കഴിയുന്നതായിട്ടുള്ള ഒരു കിടക്കാഴ്ചയുള്ള വാട്ടർഫോൾസിലേക്കാണ്. ഈ ഒരു യാത്രക്കിടയിൽ നിങ്ങൾക്ക് ആ ഒരു ഗുഹ കണ്ടിട്ടുണ്ടോ? അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വേനൽക്കാലത്ത് തനിച്ചൊരു വ്യക്തി തനിയെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പോട്ടാണത്. ഈ ഒരു യാത്രയിൽ തന്നെ നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ബ്രിഡ്ജും കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിലെല്ലാം പഴയ കാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുതിരവണ്ടികളും കാര്യങ്ങളൊക്കെ ആയി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. നിങ്ങൾ അങ്ങ് ആ ഒരു ഭാഗത്ത് കാണുന്നതാണ് ഞാൻ പറഞ്ഞതായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിട്ടുള്ള ആ ഒരു പാലം. പിന്നീട് എത്ര ബസ്സുകളാണ് ആ ഒരു ഭാഗത്തൂടെ സർവീസ് നടത്തിയിട്ടുള്ളത്. ഇന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരിൽ എത്ര പേർക്ക് ആ ഒരു റൂട്ടിലൂടെ ബസ്സോ ലോറിയോ മറ്റോ കൊണ്ടുപോകാൻ പറ്റും? എൻ്റെ അറിവിൽ ആ ഒരു ഭാഗത്തുനിന്ന് പഴയ കാലങ്ങളിലൊന്നും വാഹനം വീണതായിട്ടുള്ള അപകടങ്ങളോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, അവിടെ വല്ല അപകടങ്ങളോ കാര്യങ്ങളോ മറ്റോ സംഭവിച്ചിട്ട്. നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലത്തിൻ്റെ തൊട്ട് മുമ്പ്, അതായത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങൾ ആ കാണുന്നതായിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള പുഞ്ചവയൽ. നിങ്ങൾക്ക് അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു കെട്ടിടം. ആ ഒരു ഭാഗത്താണ് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നായിട്ടുള്ള ഒറ്റക്കോലം കാര്യങ്ങളൊക്കെ നടത്തി വരാറുള്ളത്. ഈ ഒരു യാത്രക്കിടയിൽ നമുക്ക് മനസ്സിന് ഒരുപാട് കുളിരണിപ്പിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടതും വലതും വശത്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് വാഴകളുടെ കൂട്ടം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വീഡിയോസ് നിങ്ങൾ മുഴുവനായി കാണുക, കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി തരാം. കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ എന്നത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം അടുത്ത് ഞാൻ പുതിയതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ ഞാൻ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ യാത്രകളും ഞാൻ ചെയ്യാറുള്ളത്. ഇതെന്തോന്നാടാ ആ മീന്? കരിമീൻ എത്രയാണിത്? 260 ഉള്ളൂ. നമ്മൾ കുറേ ലാഭം വെച്ചിട്ട് കൊടുക്കുന്നത്, ചെറിയ ലാഭം വെച്ചിട്ട് കൊടുക്കും. 20 രൂപ 30 രൂപ ഒരു കിലോയിൽ വെച്ചിട്ട് കൊടുക്കും. എന്ത് പേര് പറഞ്ഞേ? എൻ്റെ മുഹമ്മദ്. നമ്മളെ വലിയ മാർജിനൊന്നും ഇല്ലാണ്ട് ഇവിടെ കച്ചവടാക്കുന്നത്. ഇതാണ് കോള്, ജീവി കോളാണ്. ഇതിനാകെ കിലോ 100 രൂപ ഉള്ളൂ. അതെല്ലേ? തീർന്നതാ? തീർന്ന് കഴിഞ്ഞു. സാധനമല്ലേ കഴിഞ്ഞു, കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് നിന്നെ കുർത്ത കിട്ടില്ല, സോറി. മനസ്സിലായി. നീ മാത്രം ഇപ്പൊ മുടിയെല്ലാം മാറ്റി ചേഞ്ച് ചെയ്യുന്നു അല്ല? അന്ന് മാടുന്ന് മുണ്ടിയത് അതെടാ. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഞങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഫൈനലി ഇപ്പോൾ ഞാൻ ഈ ഒരു A to Z എന്ന് പറയുന്ന ടീ സ്റ്റാളിൻ്റെ മുൻവശത്താണുള്ളത്. പിന്നെ ഇവിടുത്തെ വൃത്തീൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടും കൂടിയാണിത്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കസ്റ്റമറോട് അവരുടെ ഫീഡ്ബാക്ക് നമുക്കൊന്ന് അറിയാം. ബിരിയാണി, ചോറും ഇവിടുത്തെ വന്ന് കഴിക്കുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ഇവിടുത്തെ മെയിൻ പിന്നെ കുക്ക് എന്ത് പേരെന്ത്? ഔക്കച്ചാ. പിന്നെ സുഖം? എത്ര വർഷം ഇവിടെ? 12 വർഷം. 12 വർഷത്തെ എക്സ്പീരിയൻസും കൂടിയാണ്. പക്ഷേ ഇയാൾ കുക്കിങ്ങിൻ്റെ ഫീൽഡിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ്. പക്ഷേ ഈ ഒരു കട ഇവിടെ 3 വർഷമായി. പിന്നെ കറൻറ്റ്ലി പ്രോപ്പറായി തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെനു ബോർഡ് ഒന്ന് നോക്ക്.
ഇത്രത്തോളം ഐറ്റംസാണ് ഈ ഒരു സ്പോട്ടിൽ ഉണ്ടാക്കുന്നുള്ളത്. ഒരു ഹൈലൈറ്റും കൂടിയാണ് ഇവിടുത്തെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള പേരോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ. ഇറാൻ പോലുള്ള, പാകിസ്ഥാൻ പോലുള്ള, പിന്നെ കസാക്കിസ്ഥാൻ പോലുള്ള അങ്ങനത്തെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഒരു ഫുഡിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു A to Z ടീ സ്റ്റോൾ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഭാഗത്തൂടി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കയറി ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എന്നെ കമൻറ്റായി അറിയിക്കും. ക്യാഷ് കൗണ്ടറിൽ വളരെ കൂളായിരിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു സനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അനിയൻ. ബ്രോ ഹലോ വാട്സ്ആപ്പ് എവരിബഡി. പിന്നെ ഒന്നുമില്ലപ്പാ ഇവിടെ തന്നെ പോരെ. അതെയോ, എന്ത് പഠിക്കുന്നു? സ്റ്റഡിയാ? ആ, ഇവിടെ മാംഗ്ലൂർ. വാസ് യുവർ സ്റ്റഡി എക്സ്പീരിയൻസ്? നല്ലതായിട്ട് പോകുന്നുണ്ടല്ലേ? യൂട്യൂബ് ചാനലുണ്ട്, സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL1414. ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ക്യാമ്പിംഗ് ചെയ്യുന്നത്, സോളോ ക്യാമ്പിംഗ് അല്ല, കാട്ടിലല്ലോ. നമ്മുടെ ഈ ഒരു A to Z തട്ടുകടയുടെ ഭക്ഷണത്തിൻ്റെ അവരുടെ ഇതായിട്ടുള്ള അഭിപ്രായം ആയിരിക്കും ഒരു മണിക്കൂറിൽ തന്നെ. അത്ര കഷ്ടം. See you again. അപ്പോൾ ഒരു ഫ്ലൈയിങ് കിസ് എല്ലാം ഒന്ന് ഞാൻ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലം നിങ്ങളെ പുഴകളാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇതൊരു പുഴയോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ഒറ്റ നോട്ടത്തിലൊരു റിവറിൻ്റെതായിട്ടുള്ള ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഇത് വേനൽക്കാലത്തുള്ള നല്ല പോലെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും കൂടിയാണ്. മഴക്കാലമായതോടു കൂടിയാണ് ഈ ഒരു അവസ്ഥയായിട്ടുള്ളത്. ഈ വിശാലമായിട്ടുള്ള ഈ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലേ, ഇത് നമ്മുടെ ഈ ഷേണി സ്കൂളിൻ്റെതായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും കൂടിയാണ്. നിങ്ങൾ അങ്ങ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഒരുപാട് കുട്ടികൾ ആ ഒരു ഭാഗത്ത് കളിക്കുന്നത് കാണാൻ കഴിയും. ഈ ഒരു യാത്രക്കിടയിൽ നിന്ന് 2 അടിപൊളി സ്പോട്ടാണ് ഞാൻ മിസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ പള്ളീൻ്റെ സമയത്തിന് എനിക്കത് പ്രോബ്ലം ആവുന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ്, എൻ്റെ ഒരു സമയപരിധി കാരണമാണ് മിസ് ചെയ്യാനുള്ള കാരണം. അടുത്ത ഏതായാലും ഈ ഒരു ഭാഗത്തോട്ട് ആ ഒരു സ്പോട്ടിൽ വരെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായി. ഈ ഒരു റൂട്ടിൽ ഒരുപാട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തൊട്ടുമുമ്പിലൂടെ പോയ ആ ഒരു ബസ് ഉണ്ടല്ലോ, അത് നേരെ കുമ്പള ഭാഗത്തുനിന്നും സീതാങ്കൊള്ളി വഴിയായിട്ട് നേരെ പെരളം ഭാഗത്തോട്ടാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തെ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത്രത്തോളം വളരെ മനോഹരമായി തന്നെ നമുക്ക് ഇടതുവശത്തും വലതുവശമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളങ്ങ് ആ കാണുന്നൊരു കെട്ടിടമുണ്ടല്ലോ, അതൊരു ടെമ്പിളാണത്. ഞാൻ ഈ ഒരു ചൂണ്ടുവിരലിലൂടെ കാണിക്കുന്നുള്ള ആ ഒരു സ്പോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്തടുത്ത് എത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ചാനൽ നെയിം വയ്ക്കുന്നുണ്ട് ഇവിടെ, എൻ്റെ സോളോ ട്രാവൽ ക്യാമ്പിംഗ് KL14. ഇതാ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലുണ്ടല്ലോ, പള്ളിൻ്റെ അല്ല വീഡിയോ ഓഫ് ആ പറഞ്ഞോളി. അല്ല അത് പറയാം ചാനലാണെങ്കിൽ അതിൻ്റെ ഒരു പെർമിഷൻ എടുത്തില്ല. അല്ല ഞാൻ എന്താ പറയുക, ഞാൻ പള്ളിക്ക് കൂടി ഞാൻ പള്ളിക്ക് പോയിട്ട് ഇവിടെ കാണിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പള്ളിൻ്റെ എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു പെർമിഷൻ എടുക്കില്ല, അങ്ങനെ ചോദിച്ചത്. ഈ ഒരു യാത്രക്കിടയിൽ ഞാൻ വെള്ളിയാഴ്ച കാരണം പെർമുദ എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിലാണ് ഞാൻ പള്ളിക്ക് ജുമാസ്കാരത്തിന് വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ പള്ളീൻ്റെ അകത്തുനിന്ന് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ട് പള്ളീൻ്റെ ഔട്ട്ഡോറിന്ന് പിന്നെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ പിന്നീട് അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ട് ഇദ്ദേഹം എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോസ് എടുത്തത്? പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊന്നും എന്നോട് ചോദിച്ചില്ല, ഇങ്ങ മാത്രം ചോദിക്കേണ്ട കാര്യം എന്തുവാന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പള്ളീൻ്റെ
ഭാരവാഹിയാണ്. അങ്ങനെ പുള്ളിയാണെങ്കിൽ അപ്പോൾ നിങ്ങളെ ചാനൽ നെയിം പറയുന്നല്ലോ, ചാനൽ നെയിം ഒരു 50 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫൈനലി ആ ചാനൽ ആൾക്ക് കിട്ടി. അപ്പോൾ ഏതായാലും ആൾ എന്നോട് പറയുന്നുണ്ട് ക്യാമറ ഓഫാക്കാൻ എന്താണ് കാര്യം, കാരണം എന്തില്ലെങ്കിൽ ഇപ്പോൾ ആളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ചെറിയൊരു കണ്ടൻറ്റ് പോലും ഞാൻ ഇടില്ല അതുപോലെ. അപ്പോൾ ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലൈക്ക് കാര്യങ്ങളൊക്കെ കൈയോട് തംസപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഓഫാക്കണോ വേണ്ടെന്നുള്ള കാര്യമല്ല ഞാനത് തീരുമാനിക്കുക. ഞാൻ ക്യാമറ ഓഫാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ക്യാമറ വാങ്ങിയിട്ടില്ല. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മുമ്പോട്ട് ഞാൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകും. പിന്നെ എൻ്റെ ഭാഗത്ത് വല്ല തെറ്റുണ്ടെങ്കിൽ എന്നെ ഒന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പള്ളീൻ്റെ അകത്തുനിന്നല്ല ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഷൂ ഇടുന്ന ഔട്ട്ഡോറിൽ ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ ഈ ഒരു പള്ളിക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തോട് ആ പറഞ്ഞിട്ടുള്ള വാക്ക് പ്രകാരം ഞാൻ ആ ഒരു കണ്ടൻറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളെ കൂട്ടം കൂടി നിന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇയാളോട് ഞാനൊന്നും ചൂടായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് പിന്നെ കൂടുതലായിട്ട് ഞാൻ തിരിച്ച് പ്രതികരിക്കുന്നതായിരിക്കും. ആരായാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നുണ്ട് കാര്യം എനിക്ക് തിരുത്താൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള എൻ്റെ എല്ലാ വാല്യുബിളായിട്ടുള്ള ഓഡിയൻസ് ഒന്ന് കമൻറ്റിലൂടെ തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം പറയണം. എൻ്റെ ഭാഗത്തും തെറ്റായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിലും കൂടി ഞാൻ കമ്മിറ്റിയോട് തന്നെ ക്ഷമാപണം ചോദിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പള്ളിക്കെല്ലാം കൂടി പിന്നെ പെരുമുത പള്ളിക്കൂടി വന്നിട്ട് ഇതാ പള്ളി നല്ല ഇല്ല പോവാ ഇല്ല ചൊടിച്ചിട്ട് പോയറാ നമ്മളതിൽ ചൊടിക്കുന്ന ഒരു വിഷയമില്ല അതന്നെ. അപ്പൊ പിന്നെ എന്താ പേരെന്താ അപ്പൊ നമ്മളെ ചാനലെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഉഷാറാക്കണം. നമ്മളൊരു നിലക്കെത്തിക്കണം. ഓക്കെ, അപ്പോൾ നല്ല ജനക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പേരുന്നവാ ആടെ ഇപ്പം പണി ഞാൻ അവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ഇത് എടുക്കണമെങ്കിൽ ഞായറാഴ്ച അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പെർമുദ ഭാഗത്ത് നല്ലൊരു ഡെസിഗ്നേഷൻ ഉണ്ട്. എന്ത് അടുത്ത സ്പോട്ടിൻ്റെ പേര് പറഞ്ഞു? പൊസടി കുംപെ. ലെറ്റ് മീ ഗീവ് യുവർ ലൊക്കേഷൻസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻസ് ബിലോ. ഓക്കെ ബൈ. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ഷൽ ഐ ഗോ ദെയർ എന്ന വണ്ടിയാണ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. എങ്കിലും കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് പോവുകയാണ്. അപ്പോൾ ഈ എന്നെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുള്ള ആ ഒരു കമ്മിറ്റി ഭാരവാഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് പേര് ചോദിച്ചിട്ട് അദ്ദേഹം പേര് പറഞ്ഞില്ല, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്തതെല്ലാം റോഡ് സൈഡിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൻ്റെ കാര്യമൊന്നും അയാൾക്കില്ല. അപ്പോൾ ഏതായാലും മറ്റുള്ള ആരുടെ ഞാനൊരു ഭീഷണിക്ക് വഴങ്ങിയിട്ട് ക്യാമറ ഓഫ് ചെയ്യുന്ന ആളുമല്ലേ. നമ്മൾ ഈ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു റോട്ടിൽ കൂടിയിട്ടാണ് നമുക്ക് നേരെ പോകേണ്ടത്, ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്ത്. ഇവിടുന്ന് നേരെ പോകുന്നത് പിന്നെ ടൂറിസ്റ്റ് ഡെസിഗ്നേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇതിലെ കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു വാട്ടർഫോൾസിൻ്റെ അകത്തോട്ട് പോകുന്നുള്ളത്. അപ്പോൾ ആ കയറുന്ന വഴിയിൽ നിന്ന് ഇവിടുത്തെ ഒരു പള്ളീൻ്റേതായിട്ടുള്ള ഒരു എൻട്രൻസിൻ്റെ ആ ഒരു ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു കവാടം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോകുന്നതിൻ്റെ ഒരു ലാൻഡ് മാർക്കായും കൂടി നമുക്കത് കണക്കിലെടുക്കാം. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലോട്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു റോഡുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പിന്നെ ടൂറിസ്റ്റ് ഡെസിഗ്നേഷൻ ആണുള്ള എല്ലാ വക വർക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഒരുപാട് പോകാനുണ്ട്. ആ പോയിട്ട് പിന്നെ ആ ഒരു വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു വാട്ടർഫാൾസിനുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു കാടിൻ്റെ അകത്താണ്. പിന്നെ കൂടാണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണത്, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങളോ വനവകുപ്പിൻ്റെ അതൊന്നുമല്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കൂടിയാണ്. അവിടെ കുറച്ച് സ്ഥലങ്ങളുള്ളത്. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തോട്ടൊന്നും ഞാൻ നിങ്ങളെ കൂടുതലായിട്ട് ഞാൻ ആ ഭാഗത്ത് പോകാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 2 വർഷം മുമ്പാണ് അവിടെ 1-2 ലെപ്പേഡിനെ കണ്ടതായിട്ട് ആ നാട്ടുകാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാണുന്ന ഒരു കെട്ടിടമുണ്ടല്ലോ, ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോകരുത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലെ കട്ടാക്കിയിട്ട് നേരെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങൾ വെക്കാനുള്ള പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തോട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടുന്ന് 1-2-3 കിലോമീറ്റർ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. അതും വെറും കൊടും കാടിലൂടെ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒരു കാൽപ്പാടങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, കണ്ടോ?
ഒരു ഫലമായിട്ടുള്ള സംശയമില്ല. അത് തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ടതായിട്ടുള്ള ആ ഒരു പദ്മാർക്ക് ഉണ്ടല്ലോ, അത് കടുവയുടേതാണെന്നുള്ള ആ ഒരു നിഗമനത്തിലോട്ട് ഞാൻ എത്താനുള്ള കാരണം, ഈ കടുവയും ലെപ്പേഡും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് പുലിയും ഈ ഒരു കടുവയും നല്ല വൃത്തിയുടെ കാര്യത്തിൽ വല്ലാത്തൊരു ഡിഫറൻ്റാണ്. വളരെ വൃത്തിയില്ലാത്തതായിട്ടുള്ള ഒരു ജന്തുവാണ് ഈ ഒരു കടുവ എന്ന് പറയുന്നത്. അത് വെള്ളങ്ങളും ചേറുകളൊക്കെ ചവിട്ടിയാണ് അത് പോകാറ്. പിന്നെ ഒരുപാട് പഴകിയതായിട്ടുള്ള ഭക്ഷണമാണ് അതിന് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം. കൂടാതെ കടുവ എന്ന് പറയുന്നുള്ള ആ ഒരു മൃഗം ചേറുകളും കാര്യങ്ങളൊക്കെ അതിന് ഒരുപാട് ഇഷ്ടമാണ്. ചേറ് കാര്യങ്ങളൊക്കെ ചവിട്ടി തന്നെ അത് യാത്ര ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് കടുവയുടെ ആ ഒരു പദ്മാർക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പുലിയാണെങ്കിൽ വളരെ വൃത്തിയോട് കൂടി ചേറ് കാര്യങ്ങളൊന്നും ചവിട്ടാതെ ആയിരിക്കും പോകുന്നത്. കൂടാണ്ട് പുള്ളിയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പൂച്ചയുടെയൊക്കെ സംബന്ധം കൂടി ആണല്ലോ. അപ്പോൾ പൂച്ചനങ്ങൾക്ക് കാണാൻ കഴിയും, എന്ത് നിന്ന് കഴിഞ്ഞാലും മുഖം കഴുകും, അതുപോലെ കൈയും കാലൊക്കെ വൃത്തിയാക്കുന്നതാണ്. അതേ ഒരു രീതിയിലാണ് പുലി. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ തനിച്ച് യാത്ര ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെ കരുതലോട് കൂടി തന്നെ ആവണം നിങ്ങൾ യാത്ര ചെയ്യാനുള്ളത്. കൂടുതലും നിങ്ങൾ മരത്തിൻ്റെ മുകളിലോട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. മരത്തിൻ്റെ ചില്ലകളിലൊക്കെ വിശ്രമിക്കുകയായിരിക്കും പുലികളും കാര്യങ്ങളൊക്കെ. പിന്നെ വളരെ ഡേഞ്ചറായിട്ടായിട്ടുള്ള ഒരേ ഒരു സാധനമാണ് കടുവ എന്ന് പറയുന്നത്. കടുവ ഏകദേശം ഒരു കാട്ടുപോത്തിൻ്റെ അത്രത്തോളം വലിപ്പവും വൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുലിയാണെങ്കിൽ പെട്ടെന്നൊന്നും പേടിച്ച് തിരിച്ചുവിടുന്ന ഒരു ടൈപ്പും കൂടിയല്ല. നേരെ മറിച്ച് പുലിയാണെങ്കിൽ പട്ടിയുടെ സ്വഭാവമാണ്. ശരിക്കും നമുക്കൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചുവിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു കാട്ടുപോത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തനിച്ച് ഒറ്റക്കായിട്ടൊരു കാട്ടുപോത്തിനെ കണ്ടാൽ നിങ്ങൾ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. വളരെ ഡേഞ്ചറസ് ആയിരിക്കും. നമുക്ക് എല്ലാം അറിയാവുന്ന കടുവയെപ്പോലും അത് കുത്തി തെറിപ്പിക്കാറുണ്ട്. അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അപ്പോൾ ഒറ്റക്കുള്ള കാട്ടുപോത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊന്നും നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കരുത്. വളരെ ഡേഞ്ചറസ് ആണ്. നേരെ മറിച്ച് കൂട്ടത്തിലോടുള്ള കാട്ടുപോത്താണെങ്കിൽ അത്ര വലിയ കുഴപ്പക്കാരായിരിക്കില്ല എന്നതുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കഷ്ടപ്പാടിന് ഒടുവിൽ നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ക്യാമറ ഒഴിവായി കണ്ടാൽ തന്നെ വല്ലാത്ത ഒരു ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. വല്ലാത്തൊരു ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കാഴ്ചകൾ തൊട്ടപ്പുറത്ത് ആ ഒരു ഭാഗത്തൊക്കെ. കൂടാണ്ട് ഇതൊരു ചാലഞ്ച് വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തനിച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഞാനൊരു ഗീവ് അവേ തരുന്നതായിരിക്കും എന്നുള്ള കാര്യം. അതൊക്കെ നമുക്കൊന്ന് നോക്കാം ഏതായാലും.
ഞാൻ ഈ കാണിക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചിട്ട് നോക്ക്. ഞാൻ കുറച്ചും കൂടി സൂമാക്കി തരാം. എത്രത്തോളം വവ്വാലാണ് അതിൻ്റെ മുകളിലുള്ളത്. ഓരോ വവ്വാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു 5 കിലോ വരെ ഭാരം ഉണ്ടാവും. തൂങ്ങിയിട്ട് കിടക്കുന്ന ഒരു കിടപ്പിനുണ്ടല്ലേ. %% ഷുവറാണ് ഈ ഒരു ഭാഗത്ത് നൈറ്റ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മൃഗങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ തനിച്ച് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എൻ്റെ കൂടെ ക്യാമ്പിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഭാഗത്ത് നൈറ്റ് സ്റ്റേ ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ആ ഒരു വഴിയിലാണ് പോയത്. പിന്നെ ഇപ്പോൾ നേരെ ഞാൻ ഇങ്ങോട്ടിങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ വരുന്നത് നല്ല വിശാലമായിട്ടുള്ള മൈതാനും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു നല്ലൊരു സ്പോട്ടിലവിടെ കാറ്റ് കൊണ്ടിട്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു മരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞാൽ ഞാൻ നല്ല പോകുന്നുള്ളത് നേരെ നോക്കിക്കൊറണത് അതെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അടുത്തുനിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഓക്കെ. മരത്തിൻ്റെ കൊമ്പിൽ ഇരുന്നിട്ട് വല്ലാണ്ട് കാറ്റെല്ലാം കൊണ്ടിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും നോക്കാതെ ചിലപ്പോൾ മാറാനുള്ള വഴിയുണ്ട്. ഭയങ്കര ശബ്ദമാണ്. കണ്ടോ, അത് ആ ഒരു ഭാഗത്തോട്ടേക്ക് നേരെ അത് ഓടിപ്പോയി. ഇനിയിപ്പോൾ ഇതിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. എന്നെ കിട്ടില്ല. അത് നല്ല ഉയരത്തിൽ അത് പാറുന്നുണ്ട്. ഏതായാലും കുറച്ചും കൂടി നമുക്ക് ഞാൻ ഇത്ര ദൂരം വന്നു കണ്ട. ഇത് കൂടാണ്ട് ഇത് 2x സൂം ചെയ്തിട്ടാണ് ഞാനുള്ളത്. നമ്മൾ സൂം ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ കണ്ടോ അത്രത്തോളം ഇപ്പോൾ ഞാൻ ദൂരത്താണ് ഞാനുള്ളത്. പിന്നെ നിങ്ങൾ അങ്ങ് ആ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു മലയുണ്ടല്ലോ, അതിപ്പോൾ തൊട്ടടുത്ത് തന്നെ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുന്നുണ്ട്. അങ്ങാ കാണുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ കാണാൻ കഴിയും. കുറച്ച് വെളുത്തിട്ട് ഒന്നും കൂടി ഞാൻ സൂമാക്കി തരാം. എൻ്റെ 2x മാത്രമേ സൂം ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബിഗ് സ്ക്രീൻ ഇട്ട് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ അത് കാണാൻ പറ്റും. അങ്ങ് ആ ഒരു ഭാഗത്ത് കണ്ടോ. പിന്നെ ഈ ഒരു മഴ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞെങ്കിൽ വല്ലാത്തൊരു ഫീലായിരിക്കും ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ആടെ ഇപ്പോൾ ഞാനിന്ന് ക്യാമ്പ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തില്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് മലമ്പാമ്പ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്.
എനിക്ക് പാമ്പിനാണെങ്കിൽ ഭയങ്കര പേടി. പിന്നെ നമുക്ക് നേരെ പോകേണ്ടത് അങ്ങ് കാണുന്നില്ല, ആ ഒരു വഴിയിൽ കൂടിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ വന്ന വഴി അതിലെ കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് ആടുന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് ആ മണ്ണിട്ട് ആ ഒരു ഇതുണ്ടല്ലോ ആടത്തേക്ക് വരെ. കാരണം എന്തെങ്കിലും ഞങ്ങൾക്ക് മലമ്പാൻ പറ്റുന്ന വരുമ്പോൾ വെള്ളത്തിലുണ്ടാവും എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രമിക്കും. നല്ലൊരു പാറകളും കാര്യങ്ങളെല്ലാം ഇട്ട് വല്ലാത്തൊരു രസമുള്ളൊരു സ്പോട്ടാണിത്. എന്തൊരു കാഴ്ച ഇത്! അങ്ങ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഒരു റിവർ കാണുന്നുണ്ടെന്നൊക്കെ ഈ ഒരു അതിൽ നോക്കണം. ഒന്ന് ഞാൻ സൂമാക്കട്ടെ, 2x കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല എനിക്ക് എന്തായാലും. പോകാൻ വലിയ പാറ. അപ്പോൾ മറക്കാതെ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ നല്ല അടിപൊളി സ്പോട്ട് തന്നെ, പാറക്കല്ലും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതങ്ങ് ആ ഒരു ഭാഗത്തോട്ട് കാണുന്നില്ല, ആ ഒരു വഴിയിലാണ് ഞാനിങ്ങനെ വന്നത്. ഇത് അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് കീഴത്തേക്ക്. ഏകദേശം കുറേ കിലോമീറ്റർ ആയി. നിങ്ങൾ ഈ കാണുന്നൊരു സ്പോട്ട് ഉണ്ടല്ലോ, ഇത് വളരെ ഭയാനകരമായിട്ടുള്ളൊരു സ്പോട്ടാണ്. ആരും പകൽ പോലും വരാൻ പറ്റാത്ത അത്രത്തോളം ഭീകരമായിട്ടുള്ള സ്പോട്ട്. ഈ ഒരു ഭാഗത്താണ് ഞാൻ നൈറ്റ് സ്റ്റേ ചെയ്ത് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്, അതും തനിച്ച്. ഒരു ചാലഞ്ച് വീഡിയോ കൂടിയാണ്. തീർച്ചയായിട്ടും ഗോസ്റ്റ് ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗിവ് അവേ തരുന്നതായിരിക്കും. അതും കൂടി ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ നല്ല പോലെ ഒന്ന് വീഡിയോസ് കഴിഞ്ഞ് ഈ ഒരു തൊട്ടുമുമ്പുള്ള വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഗോസ്റ്റ് ഹൗസിൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ തനിച്ച് ഞാൻ എത്രത്തോളം ചെയ്യണം എന്ന് പറയുന്ന ആളും ചെയ്യണ്ട എന്ന് പറയുന്ന ആളും രണ്ട് പാർട്ടീസുമായിട്ട് എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, വീണ്ടും കാണും. അപ്പോൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല.